ആരോ പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ തിരിഞ്ഞു നോക്കിയെ. ടീച്ചർ അവിടെ പോയി അമ്പലത്തിൽ പോയതാണോ? ആ, ഭക്തി കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാന്ന് തോന്നല്ലോ ടീച്ചർ, ആണോ? ഭക്തിക്ക് അങ്ങനെ അളവൊന്നുമില്ല സാർ. ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ എത്ര സമയം വേണേലും പ്രാർത്ഥിക്കാം. അതില്ലാത്തവർക്ക് എത്ര തവണ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ആരായിരുന്നു ഇന്നലെ വീട്ടിൽ വന്നത്? സാറല്ലേ കൊണ്ടുവന്ന് വിട്ടത്? ആരാണെന്ന് അറിയാതെയാണോ കൊണ്ടുവിട്ടത്? ചോദിക്കായിരുന്നില്ലേ? എന്തുവാന്നാ അയാള് പറഞ്ഞത്? ആരാത്? എന്റെ അനുജനാ. ടീച്ചറിന്റെ അനുജനോ? ആ, അനുജൻ. എന്താ, എനിക്ക് അനുജൻ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ടോ? അതുകൊണ്ടല്ലേ, ഇങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല, ടീച്ചർ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാ അത്ഭുതം തോന്നിയത്. അനുജൻ എന്ന് പറഞ്ഞ എന്റെ കസിൻ, അച്ഛന്റെ ഇളയ സഹോദരിയുടെ മകനാ. രാഹുൽ എന്നാ പേര്. ഈ കക്ഷി ഇത്ര നാൾ എവിടെയായിരുന്നു? നിങ്ങളിവിടെ എത്തിയിട്ട് എത്ര നാളായി? ഇതുവരെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. രാഹുൽ ബാംഗ്ലൂർ പഠിക്കാ, അതുകൊണ്ടാ വരാതിരുന്നത്. കണ്ടപ്പോഴേ മനസ്സിലായി ആള് നാടനല്ലെന്ന്. അവന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും ഒക്കെ ഒരു ബാംഗ്ലൂർ ചൊവ്വ കാണുന്നുണ്ട്. ഒരു ട്രാജിക് സ്റ്റോറിയാ രാഹുലിന്റേത്. അവന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അവന് 2 വയസ്സുള്ളപ്പോ. കഷ്ടമായിപ്പോയി. അന്നു മുതൽ അവൻ ഞങ്ങളുടെ വീട്ടിലാ വളർന്നത്. അവനെ പഠിപ്പിച്ചതൊക്കെ അച്ഛനാ. അവന്റെ വീടെന്ന് പറഞ്ഞ അത് ഞങ്ങളുടേതാ. ആ സങ്കടങ്ങളൊക്കെ ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും അവന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരു പ്രത്യേകത. സാധാരണ നമ്മൾ കാണുന്ന ആൾക്കാരെ പോലെയല്ല അവന്റെ ഇടപെടല്. എന്തോ പ്രശ്നമുള്ള പോലെയാ എനിക്ക് തോന്നിയത്. എന്ത് പ്രശ്നം? ഏയ്, അവനൊരു പ്രശ്നവുമില്ല. ആ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ? വേറൊന്നുമല്ല, ഇന്നലെ രാഹുലിനെയും കൊണ്ട് അവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം. ചിലപ്പോ എനിക്കങ്ങനെ തോന്നിയതാവും. എന്താ? വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന ടീച്ചർ രാഹുലിനെ കണ്ട ഉടനെ പുറകോട്ട് മാറുന്ന കണ്ടു. എന്തോ പേടിച്ചിട്ടെന്ന പോലെ. സത്യം പറയാലോ, അത് കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയി രാഹുലിനെ അവിടെ കൊണ്ടുവന്നത് തെറ്റായിപ്പോയെന്ന്. അങ്ങനെ വല്ലതും ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ എനിക്കങ്ങനെ തോന്നിയതായിരിക്കും. പേടിയോ? എനിക്കോ? ഏയ്, ഞാനെന്തിനാ അവനെ പേടിക്കുന്നേ? അവന്റെ ചേച്ചിയല്ലേ ഞാൻ. അതൊക്കെ സാറിന് വെറുതെ തോന്നിയതാ. ദേവൻ സാറ് നടന്നോളൂ. ഞാൻ ഹായ് ബഡി, എന്നെ നേർവഴിക്ക് നയിച്ച ആളല്ലേ? താങ്ക്സ് ബഡി. കയറ് കയറ് ചേച്ചി. ബൈ ബഡി.